സക്സസ് ഫയലിലേക്ക് സ്വാഗതം. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിറ്റാമിൻ B1ന്റെ രാസനാമം. വിറ്റാമിൻ B1ന്റെ രാസനാമം തയമിൻ. വിറ്റാമിൻ B1ന്റെ രാസനാമമാണ് തൈമിൻ. ബെറിബെറി രോഗമുണ്ടാകുന്നത് വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമാണ്. ബെറിബെറി രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമാണ്. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് നെയ്യാറാണ്. നെയ്യാർ. ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജി ഇടപെട്ട കേരളത്തിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് എന്ന് കമന്റ് ചെയ്യുക. വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതായിരുന്നു? രാജാ ഹരിചന്ദ്രയാണ്. രാജാ ഹരിചന്ദ്ര. ചിത്രം നിർമ്മിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതെന്ന് ചോദിച്ചാൽ രാജാ ഹരിചന്ദ്ര, നിർമ്മിച്ചത് ദാദാ സാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാ സാഹിബ് ഫാൽക്കെ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? ത്രികോണാകൃതിയിലുള്ളത് പസഫിക് സമുദ്രമാണ്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? ദ്രുതവാട്ടം ബാധിക്കുന്നത് കുരുമുളകിനെയാണ്. കുരുമുളക്. ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്താണ് ശ്രീകണ്ഠപുരം. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത്. അന്യായമായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? അന്യായമായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജി ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. അന്യായമായ തടങ്കലിനെതിരെ പ്രയോഗിക്കുന്ന റിട്ട് ഹർജിയാണ് ഹേബിയസ് കോർപ്പസ്. ലോക വ്യാപാര സംഘടന മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഗാട്ട്. ലോക വ്യാപാര സംഘടന മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഗാട്ട് എന്നാണ്. പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ആര്? പ്രാവേ പ്രാവേ പോകരുതേ എന്ന കവിത രചിച്ചത് ഉള്ളൂരാണ്. ഉള്ളൂർ. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് ആര്? അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായരാണ്. അഭിനവ ഭോജൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യം അറിയപ്പെട്ടിരുന്ന പേര്? മലയാളവും സംസ്കൃതവും കലർന്ന മിശ്ര സാഹിത്യം അറിയപ്പെട്ടിരുന്ന പേര് മണിപ്രവാളം. മണിപ്രവാളം. അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാര്? അയ്യങ്കാളിയുടെ മാനേജറായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദേവത്താൻ. കുറുമ്പൻ ദേവത്താൻ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഭാഗം ഏത്? പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയയിലൂടെയാണ്. കോർണിയ. മെർക്കുറി അതിജാലകത പ്രകടിപ്പിക്കുന്ന താപനില. മെർക്കുറി അതിജാലകത പ്രകടിപ്പിക്കുന്ന താപനില 4.2 കെൽവിൻ ആണ്. 4.2 കെൽവിൻ ആണ് മെർക്കുറി അതിജാലകത പ്രകടിപ്പിക്കുന്ന താപനില. ലോക പൈതൃകമായ റാണി കി വാവ് ഏത് സംസ്ഥാനത്താണ്? ലോക പൈതൃകമായ റാണി കി വാവ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. മലയാളത്തിൽ ആദ്യ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് ആര്? മലയാളത്തിൽ ആദ്യ ശബ്ദചിത്രമായ ബാലൻ സംവിധാനം ചെയ്തത് എസ് നൊട്ടാണിയാണ്. എസ് നൊട്ടാണി. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏതാണ്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിറർ ആണ് സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ. കോൺകേവ് മിറർ. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് എവിടെയാണ്? അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്. അരുണരക്താണുക്കൾ രൂപം കൊള്ളുന്നത് അസ്ഥിമജ്ജയിലാണ്.
ദേശീയ ഗാനം ആലപിക്കുവാനെടുക്കുന്ന സമയം, ദേശീയ ഗാനം ആലപിക്കുവാനെടുക്കുന്നത് 52 സെക്കൻഡാണ്. 52 സെക്കൻഡ്. അപ്പോൾ ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കാനെടുക്കുന്ന സമയം ചോദിച്ചാലോ, ദേശീയ ഗാനത്തിന്റെ ഹ്രസ്വരൂപം ആലപിക്കുവാനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ്. 20 സെക്കൻഡ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. കണ്ണൂരിൽ ചിറക്കൽ. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളത്താണ്. അപ്പൊ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കണ്ണൂർ ചിറക്കലാണ്. കേരള ഫോക്ലോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? എറണാകുളമാണ്. തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ, തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ് ആണ്. സെറിബ്രൽ ഹെമറേജ് ആണ് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ. തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഏതാണ്? തലച്ചോറിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. സെറിബ്രൽ ത്രോംബോസിസ്. ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പ്രദേശത്തിന്റെയും തെക്കേ അറ്റം, ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പ്രദേശത്തിന്റെയും തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലെ ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ തെക്കേ അറ്റം കന്യാകുമാരി. ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ഇന്ത്യൻ പ്രദേശത്തിന്റെയും തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ്. മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത, മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ് ആണ്. 1/16 സെക്കൻഡ് ആണ് മനുഷ്യന്റെ വീക്ഷണ സ്ഥിരത. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം, ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഇസ്റ്റീവം ആണ്. ഗോതമ്പിന്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഇസ്റ്റീവം. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന നഗരം, ക്യൂൻ ഓഫ് ഡെക്കാൻ പുനെയാണ്. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്നത് പുനെ. എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെയാണ്. ബോംബെ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിത ആര്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ താലൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രകടനത്തിനിടയിൽ പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വനിത മാതങ്കിനി ഹസ്രയാണ്. മാതങ്കിനി ഹസ്ര. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. പെരിയാർ. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര്, കബനി നദി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില. കപില എന്നറിയപ്പെടുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കബനി നദിയാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ലയാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? പാലക്കാട്. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണ്. ഫെബ്രുവരി 28. ബൊഹീമിയൻ ചിത്രങ്ങൾ ആരുടെ രചനയാണ്? ബൊഹീമിയൻ ചിത്രങ്ങൾ, ബൊഹീമിയൻ ചിത്രങ്ങൾ എസ്.കെ. പൊറ്റക്കാടിന്റെ രചനയാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ രചനയാണ് ബൊഹീമിയൻ ചിത്രങ്ങൾ. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം, പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഡെമിയോളജി. പകർച്ചവ്യാധികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? എപ്പിഡെമിയോളജി. വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടാൻ കാരണമായ പ്രതിഭാസം, വാൽ നക്ഷത്രങ്ങളുടെ വാൽ രൂപപ്പെടുവാൻ കാരണമായ പ്രതിഭാസം ടിൻഡൽ പ്രഭാവം. ടിൻഡൽ പ്രഭാവം. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടകയിലാണ്. കർണാടക. കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആര്? കണ്ടകൈ പുല്ലുപറി സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് പി.കെ. കുഞ്ഞാക്കമ്മ. പി.കെ. കുഞ്ഞാക്കമ്മ. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്നത് എന്ത്? വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്തുവാൻ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ.
ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ആര്? ജനനം മുതൽ മരണം വരെയുള്ള തുടർ പദ്ധതിയാണ് വിദ്യാഭ്യാസം എന്ന് പ്രസ്താവിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി. അനസ്തറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തം. അനസ്തറ്റിക് ആയി ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിത നൈട്രജൻ സംയുക്തമാണ് നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ്. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന അവസ്ഥ. വളരെ താഴ്ന്ന താപനിലയിൽ ദ്രാവകങ്ങൾ ഭൂഗുരുത്വത്തിനെതിരെ സഞ്ചരിക്കുന്ന അവസ്ഥയാണ് അതിദ്രാവകത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതിദ്രാവകം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. വിനാഗിരിയിൽ ലയിക്കുന്ന രത്നം ഏത്? വിനാഗിരിയിൽ ലയിക്കുന്നത് പവിഴമാണ്. പവിഴം. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആര്? ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരതി സാഹ. ആരതി സാഹ. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏത്? തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. തൊണ്ടമുള്ള എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയയാണ്. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ചെമ്പാണ്. ചെമ്പ്. പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണജലപ്രവാഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? പസഫിക് സമുദ്രത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഉഷ്ണജലപ്രവാഹം എൽ നിനോ. എൽ നിനോ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യമായി സ്വീകരിച്ച സംഘടന. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നത് മുദ്രാവാക്യമായിട്ട് സ്വീകരിച്ചത് യോഗക്ഷേമ സഭയാണ്. യോഗക്ഷേമ സഭ. ഏതു പ്രദേശത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ? നഗോഡകൾ എവിടുത്തെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത്. ചതുപ്പ് വാതകം മീഥേൻ ആണ്. ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് മീഥേൻ. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം ഏത്? ടേബിൾ ലാൻഡ്. ടേബിൾ ലാൻഡ് പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് എന്നറിയപ്പെടുന്ന ഭൂരൂപം പീഠഭൂമി. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്ന ബലങ്ങൾ. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയ്ക്ക് കാരണമാകുന്നത് ടെക്ടോണിക് ബലങ്ങളാണ്. ടെക്ടോണിക് ബലങ്ങൾ. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏത്? കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ളത് തൃശ്ശൂരാണ്. കേരളത്തിൽ പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ. കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ 14 ആണ്. 14. ഏത് തരം സൂക്ഷ്മാണുവാണ് ടൈഫോയിഡ് പരത്തുന്നത്? ടൈഫോയിഡ്. ടൈഫോയിഡ് പരത്തുന്നത് ബാക്ടീരിയയാണ്. ബാക്ടീരിയ. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയ ഏതാണ്? സാൽമണല്ല ടൈഫിയാണ്. സാൽമണല്ല ടൈഫിയാണ് ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയ. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ആരാണ്? ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചത് ബാഗ്ഭടാനന്ദൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരി. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏത്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2013 2013. കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൂറിസ്റ്റ് ഗ്രാമമാണ് കുമ്പളങ്ങി. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? മക്സസെ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് വർഗീസ് കുര്യൻ. മക്സസെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? വർഗീസ് കുര്യൻ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 1959 രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് നടപ്പാക്കിയ സംസ്ഥാനം. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏത്? ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ് ആണ്. യുറാനസ് ആണ് ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി.
രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. മദൻ മോഹൻ മാളവ്യ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നീലഗിരി ടാർ എന്ന വരയാടാണ്. നീലഗിരി ടാർ എന്ന വരയാട്. റേവ സോളാർ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥാപിച്ചത്? റേവ സോളാർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IAS ഓഫീസർ അന്ന രാജം മൽഹോത്ര. അന്ന രാജം മൽഹോത്ര. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം എന്നാണ്. രാജ്യാന്തര സൈബർ സുരക്ഷാ ദിനം നവംബർ 30 നവംബർ 30. ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആറ്റം ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. റോബർട്ട് ഓപ്പൺഹൈമർ. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് 4 വർഷം കൊണ്ട് അവസാനിപ്പിച്ചത്? 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. 5ാം പഞ്ചവത്സര പദ്ധതി. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം. ആഗോള താപനത്തിന് വഴിയൊരുക്കുന്നതും നെൽവയലിൽ നിന്ന് വമിക്കുന്നതുമായ വാതകം മീഥേൻ. അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത്? അവസാനത്തെ അത്താഴം എന്ന പെയിന്റിംഗ് വരച്ചത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ലിയനാർഡോ ഡാവിഞ്ചി. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയ വർഷം? ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയത് 1986 1986. മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. വെർണിക്സ് ഏരിയ. പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേരാണ് രാജസ്ഥാൻ കനാൽ. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് രാജസ്ഥാൻ കനാൽ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഭൂട്ടാനാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം ഏത്? ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗ സസ്യം മുളയാണ്. മുള. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട് താലൂക്കാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി മുഹമ്മദ് യൂനുസ് ആണ്. മുഹമ്മദ് യൂനുസ് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം മലബാർ ലഹളയാണ്. മലബാർ ലഹള. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ഏതാണ്? പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള ചിത്രമാണ് ചെമ്മീൻ. മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിൻ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനെറ്റ് മാഗസിനാണ് പുഴ.com. പുഴ.com. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. അവസാനത്തെ ചോദ്യം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. വസ്തുക്കളുടെ ഉപരിതലത്തിൽ തട്ടി പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. 100 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്